ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ആയിട്ടുള്ളത് എന്താണെന്നറിയാമോ ഗൈസ്? വന്നേക്കുന്നത് നമ്മൾ ഇന്നൊരു ടീറക്സ് ആണ് ഗൈസ്. ടീറക്സ്, യെസ്, വി ആർ ടീറക്സ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലായിട്ട് പോകുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോവാം ഗൈസ്. അപ്പോൾ ഡോൺ ആയിട്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ജീവികളായിട്ട് ഇതിൻ്റെ അകത്തായിട്ട് മാറാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു എന്തുവാ ടീറക്സ് ആണ്. ടീറക്സിന് എനിക്ക് മാറിയപ്പോൾ വേറെ ഐറ്റംസുകളാകാൻ പറ്റും. നമുക്കിപ്പോൾ കസ്റ്റം മോംസ് കൊടുക്കാം. അതിനകത്ത് കുറേ സാധനമുണ്ട്. നമുക്കിപ്പോൾ ചെറിയൊരു വെറൈറ്റി ആണ്. നമ്മളിപ്പോൾ നമ്മുടെ പുതിയ മോഡായ വെറൈറ്റി ആയി കണ്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതി കൊടുക്കാം. ഏത് മോബ് ആയാലും അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മോഡ് ഇനി കൊടുക്കാവേ. ലിസ്റ്റ് ക്യാമറ അപ്പോൾ നമുക്ക് ക്രീപ്പറാകാം. അതിൻ്റെ പവർ യൂസ് ചെയ്യാം ഗൈസ്. ഈ ക്രീപ്പർ പൊട്ടൂലെന്ന് തോന്നുന്നു. നമ്മൾ പൊട്ടൂലെന്ന് തോന്നുന്നു. കണ്ടോ, ഇതാണ് നമ്മൾ. വേറെ മോബാണെങ്കിൽ ആകാം. വേറെ ഇഷ്ടം പോലെ മോബുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനത്തേക്ക് മോബായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ സർവൈവൽ ഒന്ന് ഇട്ടോട്ടെ. ഈ സർവൈവലിടാം മീൻസ് ഞാൻ സർവൈവൽ ഇട്ടിട്ടുണ്ട്. നമുക്കിനി എൻഡർമാൻ ആവാം. എൻഡർമാൻ നമുക്ക് ടെലിപ്പോർട്ടൊക്കെ നോക്കാം. എൻഡർമാൻ ആവാൻ വേണ്ടി നമ്മൾ നോക്കട്ടെ. നമ്മളങ്ങനെ എൻഡർമാൻ ആയിട്ടുണ്ട്. ഇങ്ങോട്ട് കണ്ടല്ലേ. എൻഡർമാൻ്റെ ഹെൽത്തൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയണം. അപ്പോൾ നമ്മൾ എൻഡർമാൻ്റെ വെള്ളത്തിൽ ഇറങ്ങിയ ഡാമേജ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അയ്യോ, പയ്യെ ഇറങ്ങിയ എൻഡർമാന് ചാടിയൊക്കെ ഡാമേജ് എടുക്കും അല്ലേ? വെള്ളത്തിൽ ഇറങ്ങിയ ഉറപ്പാണ് ഡാമേജ് എടുക്കും. ഡാമേജ് എടുത്തു ഗൈസ്. ബ്ലോക്കൊക്കെ ഇവിടെ വെക്ക്. ബ്ലോക്കൊക്കെ എടുത്ത് പിടിച്ചേക്കെ. ഓക്കെ, നമുക്കിനി നല്ലൊരു മോബാവേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടിയിലുണ്ട് കണ്ട സബ്സ്ക്രൈബ് ഫോർ ഇനി മോഡിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ മോബും ആകാൻ പറ്റുമെന്ന് തോന്നണില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യം മോബ്സൊക്കെ ഇന്ന് ആവാൻ പറ്റുമെന്ന് നോക്കണം. അയ്യോ, പറന്ന് നടക്കാൻ പറ്റില്ല. പറക്കാനൊന്നും പറ്റണില്ല. പറക്കൂ തത്തമ്മേ, പൂച്ച പറക്കൂ. ശരി തന്നെ, പറക്കാത്ത ഈ സത്തമ്മ. തത്തമ്മ ചെറുതായിട്ട് പറക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പറക്കണ്ട. തത്തമ്മക്ക് പറക്കാൻ പറ്റിയായിരുന്നോ? ഇതിൻ്റെ അകത്ത് തത്തമ്മക്ക് എന്നാ പറക്കാൻ പറ്റും? നമുക്ക് ഡ്രൗണ്ട് വി ആർ ഡ്രൗണ്ട്. നമ്മളെ കുറേ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഡ്രൗണ്ടാണ് നമ്മളാവാൻ പോണത്. സോറി എനിക്ക് ഡാമേജ് എടുക്കുന്നില്ല. ഡാമേജ് എടുക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡ്രൗണ്ടായിട്ട് നമ്മളങ്ങനെ ചത്തിരിക്കുകയാണ്. എന്തിൻ്റെ ഇതാണെന്ന് അറിഞ്ഞൂടോ. അങ്ങനെ ഡ്രൗണ്ടായി ചത്തു. നമുക്കപ്പോൾ ഇനി ഗോട്ടാവാം. ഗോട്ടല്ല, വാർഡൻ്റെ ഒക്കെ ആകാൻ പറ്റും. വാർഡനൊക്കെ എൻ്റെ മച്ചാനും വാർഡൻ്റെ ഹെൽത്ത് നോക്കിയേ. ഇതൊക്കെ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ആൾക്കാരെ കൊല്ലാം. ഇപ്പം ഇത് വേണ്ട. ഇപ്പം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേബിന്ന് തുടങ്ങാം. ബേബി ഫോക്സ് ഒക്കെ തുടങ്ങാം. ബേബി ഫോക്സിനൊന്നും കാണാൻ പറ്റും. ബേബികളൊക്കെ ബഗ്ഗുണ്ട്. അത് സീനാക്കണ്ട. അപ്പോൾ നമുക്ക് വലിയ ആൾക്കാരുടെ നമുക്ക് അയങ്കോളാവാം. അയങ്കോളത്തിന് അയങ്കോളത്തിനൊക്കെ എടുത്തുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലത്തെ അയങ്കോളമൊന്നും അല്ല ഇത് ഫ്യൂച്ചർ അയങ്കോളാണ്. നമുക്ക് ആരെങ്കിലും പോയി അടിക്കാൻ പറ്റുമോ നോക്കാം. ഇക്കടാ അവൻ അടിക്കാൻ പറ്റുമോ നോക്കിയാലോ. ചേട്ടാ, ഇവൻ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണല്ലോ. ഓടിക്കോ. അയങ്കോളത്തിൻ്റെ ഹെൽത്ത് പകുതിയായി കേട്ടോ.
ആ ആ ആ ചത്ത് ചത്ത് നമ്മൾ ചത്ത്. ഓടാ ഓടാ ഓടാ. അതേ വഴിയാണ്. ഓടിക്കോ. പക്ഷെ പറക്കാൻ പറ്റണമെന്ന് സമയത്തിന് ആവേയില്ല. പോ 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 പോ. പറന്നോ പറന്നോ. ആ ചത്ത്. അമ്മമാർക്ക് ഈ വിച്ചിനൊന്നും ഒരു പണിയില്ല കേസ്. എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയേക്കെ ഇവന്മാര്. വേർവൂൾഫാകും കേസ്. നമ്മൾ വേർവൂൾഫായിരിക്കുന്നു കേസ്. കുറുക്കൻ കുറുക്കൻ കാട്ടുകുറുക്കൻ. കുറുക്കൻ്റെ അറ്റാക്കൊക്കെ നമുക്ക് നോക്കാവേ. കുറുക്കനൊക്കെ കുറുക്കൻ്റെ അതേ ഓട്ടം അറ്റാക്ക് ചെയ്ത് നോക്കിയാലോ ഗൈസ്. പശു ഒരേ ഡാമേജിനൊന്നും വ്യത്യാസമില്ലെന്ന് തോന്നണം ഗൈസ്. ആ ചെറിയ ജീവിയായോണ്ടായിരിക്കും. നടക്കണൊക്കെ സ്റ്റൈല് കണ്ട. നമുക്ക് പേഴ്സൺ മാറ്റാൻ പറ്റിയല്ലേ ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് മാറ്റിയത് കണ്ട. പെർഫെക്റ്റ് കനോട്ട് ചേഞ്ച് പറ്റാൻ പറ്റൂല. അപ്പോൾ നമുക്ക് നമ്മൾ ഏത് മുമ്പ് ആകാത്ത നമുക്ക് ഗോട്ടാകും. ഗോട്ടായിട്ട് ഇരിക്കാനൊന്നും പറ്റിയല്ലേ. ഗോട്ടിന് പവറൊന്നും ഇല്ല. ഗോട്ട് കൈവച്ചാണ് അടിക്കാം. ഗോട്ടിടിച്ചപ്പോൾ ചത്ത് കേട്ടാ. പവർ ഉണ്ടെന്ന് തോന്നണം, പക്ഷെ അത്രക്കില്ല. നമുക്കപ്പം കേസ് ഇവന് ഒടുക്കത്തെ വലിപ്പാണ് കേസ്. കാണാൻ മേല. നമ്മളാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് കേസ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നടന്നു. കോഴീനൊക്കെ നമുക്ക് മലൈസ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചത്തു കേട്ടോ. കോഴിയൊക്കെ ചാവലില്ല. ഒടുക്കത്തെ പൊക്കണി. ഞാൻ ഇത് മാറ്റട്ടെ. കസ്റ്റം ഓപ്സ് തന്നെയാവും. നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ നോക്കണം മാക്സിമം. ഇതൊക്കെ ഏതാണ്? മറ്റേ സാധനം ഇവനെനിക്കറിയാം. മറ്റേ ഡൈനോസറിൻ്റെ സിനിമയിലുള്ള ആ സാധനം. ഡൈനോസറിൻ്റെ അല്ലല്ലോ അതായത് സിനിമയിലുള്ളതാണ് എന്തായാലും ആ സാധനം ഗൈസ്. ഇതിൻ്റെ പേര് ട്രൈസേറിയ അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണത്. എനിക്ക് അറിഞ്ഞൂടാ. ക്യാമറയെ ഇങ്ങനെയാണല്ലോ ഈ ക്യാമറ ചേഞ്ച് ചെയ്യണ. ഇതാണ് ഞാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഇൻട്രോയിൽ പറയാനുള്ളതായിരുന്നു അപ്പം എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. നമ്മൾ ഫസ്റ്റ് വേർഷനിലാണ് ഗൈസ്. ഇപ്പോൾ ഫസ്റ്റ് വേർഷനിലാണ്. നമുക്ക് മാറ്റാം. നമുക്ക് രാത്രി നമുക്ക് അവിടെ പിള്ളേരെ ഇറക്കാം പക്ഷെ എന്തായാലും നമ്മൾ ചാവും. അപ്പോൾ നമുക്കൊരു ഇച്ചിരി കൂടിയ ആളെ ഇറക്കാം. നമ്മൾ അയങ്കോളാണ് നമ്മൾ പുതുക്കി പണിയാൻ നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ഓപ്ഷനെ എടുക്കാം ഗൈസ്. അതാകുമ്പോൾ ഇച്ചിരി ഹെൽത്ത് വെറൈറ്റിക്കൊക്കെ വെറൈറ്റിക്ക് സാധാ മനുഷ്യൻ. ഇത് പുതിയ മോഡാണ്. ഇത് നമ്മൾ ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു, പക്ഷേ പറ്റിയില്ല ഗൈസ്. ഇവന്മാരൊന്നും ആവാൻ പറ്റൂല. ചിലപ്പോൾ ആവാൻ പറ്റുമായിരിക്കും, പക്ഷേ ടീറക്സ് വിൻഡിഗോ ആവാം. ഇത് ഹൊറർ മൂവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നമ്മുടെ അയങ്കോളണ്ണൻ്റെയൊക്കെ ഏകദേശം ഹെൽത്ത് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ സോംബിനെയൊക്കെ വരികയാണെങ്കിൽ അടിച്ചു വല്ലതും നോക്കാം. ഈ ഹൊറർ മോഡ് നമ്മളാണ് ഹൊറർ മോഡ്. നമ്മുടെ കൂട്ടുകാരൻ ആരെങ്കിലും കടിച്ചിരുന്നെങ്കിൽ നമുക്ക് അവന്മാരെ പേടിപ്പിക്കായിരുന്നു. ഇതിപ്പോൾ ആരുടെ ഹെൽത്ത് പോകും കേട്ടോ. നമുക്ക് ഓടാൻ പറ്റിയ ആരെങ്കിലും തത്തമ്മയാണെങ്കിൽ പറക്കാനും പറ്റിയ ക്രീക്കിങ്ങിനൊക്കെ നമ്മളത്ര ഹെൽത്ത് ചെയ്യണം ഗൈസ്. പക്ഷേ ഇതിന് അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ഇവനാവാം. എന്തായാലും നമ്മൾ ചാവുന്ന കാര്യത്തിൽ ഉറപ്പാണതേ. എല്ലാണോ കൂടി അവിടെ നിന്ന് വന്നുണ്ടെന്ന് തോന്നുന്നു. ഇതെന്നെ മൂൺ വാക്ക് ചെയ്യണം. ക്രീക്കിങ് നേരെ പോകൂ. കിക്കിങ് നനക്കൊന്നുമില്ല ഗൈസ്. ക്രീക്കിങ് കാലക്കൊന്നും നനക്കാൻ കേട്ടോ. വല്ലപ്പോഴും നമുക്ക് ഇത്തിരി ഹെൽത്ത് കൂടി ആരെങ്കിലും ആവണം. ഇവന് അത്യാവശ്യം ഹെൽത്തല്ലേ. പക്ഷേ ഹെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ പൊക്കം നോക്കി ഗൈസ്. കണ്ടോ? ഗൈസ് എൻ്റെ പൊന്നെ, എന്നെ പൊക്കാണ് ഗൈസ്.
കണ്ടോ മുഖമൊന്നും ഇല്ല ഇവനി. നമുക്ക് മോളി കയറാം. നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ ഇടാം. ഫസ്റ്റ് പേഴ്സണ് പൊക്കമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഇതാണ് നമ്മൾ ശരിക്കുള്ള നമ്മൾ പൊട്ടിക്കാം നമുക്കെല്ലാം. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. കണ്ടോ റേവേജർ വി എസ് സ്പൈഡർ. വാ 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 സ്പൈഡറേ, വാ 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 സ്പൈഡർ അയ്യോ എന്നെ അറിഞ്ഞോളാം. ഞാൻ പവറൊക്കെ യൂസ് ചെയ്ത് തെറിച്ചു പോകുന്നു. ചത്ത് അത്രയും ചെറിയ സാധനമാണ് എന്നെ കൊല്ലണം ഗൈസ്. കാല് വെച്ചൊരു തൊടി കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് എത്ര ഹാർട്ട് കുറച്ചത് നോക്കിയേ. എന്ത് കഷ്ടമാണല്ലേ. കണ്ടോ വലിയതാണ് നമ്മൾ. അവർ ചെറുതായിട്ട് പറന്നാൽ വല്ലതും പോവാം. ബേബി ഗോട്ട്. ഗ്ലോളോബിൻ ആയില്ല. ഗോൾബിൻ എങ്ങനെയാണ് ഗൈസ്. അങ്ങനെ അതിനാണ് നമുക്ക് സ്വന്തമായിട്ട് അടി കിട്ടിയ ഗൈസ്. നമ്മൾ സ്വന്തമായിട്ട് അടി കിട്ടുമല്ലേ. പിക്കാക്സ് ആണ് ഗൈസ് നമ്മുടെ കയ്യിലേക്ക്. പിക്കാക്സ് കാണാം. നല്ല ആനിമേഷനൊക്കെയാണ്. ആനിമേഷൻ ഉണ്ടോ. ഓ ഗൈസ്, ഇതാണ് നമ്മൾ. സുന്ദരനല്ലേ നമ്മളെ സുന്ദരൻ. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ഇട്ടിട്ടുണ്ട്. ആരടാ എനിക്കെതിരെ ആരാണോ വരുന്നത്? മറ്റേ തടിയനേക്കാൾ എളുത്തുണ്ട്. മറ്റേ ഇത് വരുന്നവൻ്റെ പേര് മറ്റേ വലിയ ഒരുത്തനില്ലായിരുന്നു ഗൈസ്. അവനേക്കാളും ഹെൽത്തുണ്ട്. പക്ഷെ ഇവൻ ചെറുതാണ്. അവന് പിന്നെ പിക്കാക്സ് ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചാവും കേട്ടോ എല്ലാവരും പെട്ടെന്ന്. നമുക്ക് ഇങ്ങനെ സാധാരണ മൈൻക്രാഫ്റ്റിൻ്റെ രീതി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവർ തന്നെ ഒരു ക്യാമറ ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ക്യാമറ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് കണ്ടപ്പോഴേക്ക് മനസ്സിലായി കാണും. സോംബിയായിട്ട് ഫൈറ്റ് എടുത്താലേ സ്വീറ്റി. ഫസ്റ്റ് പേഴ്സൺ ആക്കാം. ഫസ്റ്റ് പേഴ്സൺ സോംബി വി എസ് ഞാൻ. ക്രീപ്പറൊന്ന് ഇടക്ക് കയറി വരായിരുന്നു. ഏതെങ്കിലും ഒരു സോംബി വാങ്ങിയിട്ട് അടി കൂടാം. ബാ സോംബിക്കൊന്നും എന്നെ വേണ്ടേ. സോംബിക്ക് പേടിയാണ് കേട്ടോ. ദെൻ കസ്റ്റമേഴ്സിൽ ഇനി കേവ് ഡ്വല്ലറും കൂടി ട്രൈ ചെയ്യാനുണ്ടെന്നാണ്. കേവ് ഡ്വല്ലറിന് നൈറ്റ് ബ്ലൈൻഡേഴ്സ് ഇല്ല ആണ് കേട്ടോ. ഇതാണ് നമ്മൾ. ഇത് ഹൊറർ മോഡല്ലേ. ഇങ്ങനെ ഈ ഹൊറർ മോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല എന്ന് കമൻറ്റ് ചെയ്യുക. കേട്ടോ എന്തോ ഒരു മുഖം പോലെ ഇരിക്കുന്നത് പൊട്ട മുഖം. അമ്മമാർക്കൊക്കെ ഇത്ര ഹെൽത്ത് തരാം. എന്നിട്ട് നമ്മൾ അടിച്ചിട്ട് ചാവയില്ല. നമ്മളെ പെട്ടെന്ന് കൊല്ലുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്തു. ഇതിൽ ഫുള്ളും നമ്മൾ ട്രൈ ചെയ്തു. സോ ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മോബ് സിറ്റിയിലെ ആൾക്കാരാണ്. കുറേ ഹെവി ഐറ്റംസിനെയൊക്കെ നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ച് അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മളിപ്പോൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. റിവീൽ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വില്ലേജർ, വാർഡൻ, സോംബി ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ അവന്മാരുടെ കൂട്ടാവാൻ കണ്ട നിറച്ചു. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരാണ്. അവന്മാരുടെ അടുത്ത് പോയാൽ നമുക്ക് അവന്മാർ നമ്മളെ കടിക്കുവാൻ നോക്കാം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരാണ്. അടിച്ചാൽ നമ്മളെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ നമ്മൾ അടിക്കാതെ. ഓടിക്കോ. കോപ്പർ ഗോളായി. കോപ്പർ ഗോളത്തിന് ഹെൽത്തൊന്നുമില്ല. കോപ്പർ ഗോളത്തിന് അപ്ഡേറ്റ് വന്നിട്ട് ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അപ്ഡേറ്റ് ഇതിനകത്ത് വന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല സ്പീഡുണ്ട് കണ്ടാ. പെട്ടെന്ന് എപ്പോൾ ചത്താന്ന് ചോദിച്ചാൽ മതി. പക്ഷേ
അയ്യോ ക്രീപ്പർ ചത്ത്. ദെൻ നമ്മളെ വലിയ മോബായ വാർഡനെയാണ് നമ്മൾ ഇനി പുറത്തെടുക്കാൻ പോകുന്നത്. പുറത്ത് നാളെ വെച്ചിട്ട് നേരം കളിച്ചായിരുന്നത് വെച്ച് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഡേഞ്ചറാന്ന്. അപ്പോൾ നമുക്ക് നേരെ അവന്മാരുടെ വാർഡനാവും. എൻ്റെ പൊന്ന് വാർഡൻ്റെ ഹെൽത്ത് കണ്ട ഗൈസ്, ഇത്ര ഹെൽത്താണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാർ അടിച്ച് കുറക്കണം. നമ്മൾ ഇന്നൊന്നും ചാവാൻ പോലില്ല, കാരണം മൈ ഹെൽത്ത് ഈസ് സോ ഹെവി. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഓരോ ആൾക്കാരെയായിട്ട് കൊന്നു തുടങ്ങാം. രാത്രി ആയതുകൊണ്ട് സോംബി കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം. സോംബി vs വാർഡൻ നടത്താമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. സോംബി vs വാർഡനൊന്നും നടത്തിയിട്ടില്ല ഇതിനു മുമ്പേ. എന്തായാലും വാർഡനെ ജയിക്കത്തുള്ളൂ. വാർഡന് പവർ പറഞ്ഞാലും വാർഡനെ ജയിക്കത്തുള്ളൂ, കാരണം വാർഡൻ്റെ ഹെൽത്ത് കണ്ടോ വയസ്സ് എത്രയാണ്. ഇത് സോംബിക്ക് അടിച്ചു കുറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നമ്മുടെ സ്കിൽസും ചെയ്യാകുമ്പോൾ കിട്ടില്ല. കിട്ടില്ല. ക്രീപ്പറുമായിട്ട് ഫൈറ്റ് എടുത്താലോ? ക്രീപ്പർ ഹെൽത്ത് കുറക്കും, അതാണ് നമ്മൾ നോക്കാം. ഓ ക്രീപ്പറിന് നമ്മളെ ആകം എത്രയോ ഹെൽത്ത് കുറച്ച്. സോംബിയോടെ അവർക്ക് ഇച്ചിരി പവർഫുൾ സോംബിയാണ്. പവർഫുൾ ഫൈറ്റ്, പവർഫുൾ സോംബി vs പവർഫുൾ വാർഡൻ. അല്ലാത്തപ്പോൾ ഈ വാർഡന് ഭയങ്കര ശക്തിയാണല്ലോ. ഇപ്പം എന്നെ അടിച്ചു കൊല്ലി അത്രയേ ഉള്ളൂ. വാർഡനെയൊക്കെ ഇന്ന് അല്ല സോംബീനെ ഇന്ന് കൊല്ലിങ്കിൽ സോറപ്പ. സോംബീനെ ഒന്നും കൊല്ലാം, അത്രയേ ഉള്ളൂ. നമ്മളെന്തായാലും റിയൽ ലൈഫിൽ എന്തായാലും ഇപ്പോൾ സാധാ നമ്മളായിരുന്നെങ്കിൽ എന്തായാലും ചാവണ്ടായിരുന്നു, കാരണം അത്ര ഹെൽത്ത് പോയി. ദെൻ വാർഡന് കുഴപ്പമൊന്നുമില്ല, വാർഡൻ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ഓപ്ഷൻ ഇടുക. ഇതിന് നല്ല വീഡിയോസായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ വാർഡൻ നിങ്ങളെ അടിച്ച് കൊല്ലുന്നതാണ് ഗൈസ്. ഓക്കെ, ഞാൻ പറയാനെങ്കിലും നിങ്ങൾ ചെയ്യണം ഗൈസ്. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ്, അതുകൊണ്ടാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.